ഞാൻ ചിലപ്പോഴൊക്കെ കുമ്പസാരിപ്പിക്കുന്ന നേരത്ത് ഉപദേശം കൊടുക്കുമ്പോൾ പറയും, ചില മനുഷ്യര് നീറുന്നവരോട്, പാപത്തെ ഓർത്ത് നീറുന്നവരോട് പറയാറുണ്ട്, സങ്കടപ്പെടണ്ട, ഈ പാപം സംഭവിച്ചതുകൊണ്ടല്ലേ ദൈവ കരുണ നമ്മൾ അനുഭവിക്കുന്നത്. ദൈവ കരുണയുടെ നിത്യസാക്ഷികളാണ് അവന്റെ മുറിവുകൾ. ദൈവ കരുണയുടെ ആ മുറിവിലാണ് നമ്മൾ മറഞ്ഞിരിക്കുന്നത്. അങ്ങേ മുറിവുകളിൽ എന്നെ മറയ്ക്കണമേ. പാടി പ്രാർത്ഥിക്കാറില്ലേ? മക്കൾക്ക് സംശയം, അപ്പനും അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ ഞങ്ങളെ? വൂൺസ് സൈലൻസ് ഡൗട്ട്സ്. മുറിവുകൾ സംശയത്തെ ഇല്ലാണ്ടാക്കും. സ്നേഹബന്ധങ്ങളിൽ സ്നേഹമുള്ളിടത്ത് മുറിവുകൾ സംസാരിക്കും. മുറിവുകൾ സംസാരിക്കും. മുറിവുകൾ സംശയങ്ങളെ ഇല്ലാണ്ടാക്കും. ഓയൻ തോട്ടക്കാരാനിൻ പറുദീസ സുന്ദരമല്ലോ, പൂത്തുലയുന്നു ജീവനതിൽ, പൊന്നൊളി വീശുന്നുത്ഥാനം. നല്ലവനാവാതൻ പുത്ര, സ്വന്ത മനസ്സാൽ താണവനി, ആരാധ്യൻ നീ മിശിഹായേ, ഹല്ലേലൂയ പാടുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ടെഡ് ദ 8th ഡേ. കർത്താവിന്റെ തിരുവുത്ഥാനത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന 8 ദിവസത്തെ ശുശ്രൂഷയുടെ 4ാം ദിവസത്തിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. ചിലരെങ്കിലുമൊക്കെ ഇന്നിപ്പോ വീഡിയോ തൊട്ടു മുമ്പ് ഞാനിപ്പോ സൺഷൈൻ കോസ്റ്റിലെ ശുശ്രൂഷകൾ നടത്തുന്നു. നമുക്കറിയാം, ഇന്ന് യൂത്തിന്റെ റിട്രീറ്റ് ആയിരുന്നു. 2 ദിവസമായിട്ട് കുട്ടികൾക്ക് റിട്രീറ്റ് ആയിരുന്നു. ഇന്ന് യൂത്തിന് റിട്രീറ്റിനെക്കാളിലും ഒരു Q&C സെഷൻ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കുർബാനയെ കഴിഞ്ഞപ്പോൾ ഇവിടെ സൺഷൈൻ കോസ്റ്റിലുള്ളവര്, ഇതിൽ പങ്കെടുക്കുന്നവര്, ടെഡിൽ പങ്കെടുക്കുന്നവര്, അവര് പറയുകയായിരുന്നു, അച്ചു ടെഡ് ഒരല്പം കട്ടിയാണ്, എന്നാലും ഞങ്ങൾ നോട്ട്ബുക്കും പേനയും കൂടെ ഒക്കെ എടുത്തു വെച്ചിരുന്ന് എഴുതിയെടുക്കുന്നുണ്ടെന്ന്. ഞാൻ അപ്പോഴേ പറഞ്ഞു, ഞാൻ പറഞ്ഞതാണ് അല്പം കട്ടിയാണ്, ഞാൻ ഇപ്പൊ കട്ടിയുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം, ഇന്നിപ്പോ ഉടനെ പോയി ഞാനൊന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട് 4ാമത്തെ എപ്പിസോഡ്. അത് കേട്ട് നോക്കാം, കുറച്ച് കട്ടി കുറയാൻ സാധ്യതയുണ്ട്. ഇന്നത്തത് കുറച്ചുകൂടെ അത്ര അങ്ങോട്ട് വലിയ ഈ ദൈവശാസ്ത്ര കാഠിന്യത്തെക്കാൾ നമ്മുടെ ജീവിതത്തോട് വല്ലാണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ചിന്തയാണ്. നമുക്കൊരുമിച്ച് ഈ യാത്ര തുടങ്ങാം. വളരെ നന്നായിട്ട് കേട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ആ ചെറിയ ഗ്രൂപ്പിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു കാര്യം കൂടെ, പൊതുവെ നമ്മൾ ഇങ്ങനെ ഇന്നൊക്കെ ഇറങ്ങുന്ന വീഡിയോ ഒക്കെ നിങ്ങളെ സജസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. നമ്മുടെ ചാനലിൽ ഫീഡ് മൈ ഷീപ്പിൽ നസ്രത്ത് ഫെയ്ത്ത് അറ്റ് ഹോം എന്ന പേരിൽ ഒരു പുതിയ സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ്. വല്ലപ്പോഴും ഒക്കെ നമ്മൾ ആൽബൊക്കെ ചെയ്യുന്നത് പോലെ, ആസ്ക് ലേൺ ആൻഡ് ബിലീവ് ഒക്കെ ചെയ്യുന്നത് പോലെ, അതിന് പറ്റുന്ന ആളുകളെ കിട്ടുമ്പോൾ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സീരീസാണ്. അതിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുടുംബങ്ങളിലെ വിശ്വാസമാണ്. കുടുംബങ്ങളിൽ വിശ്വാസം എങ്ങനെ വളരണം, എങ്ങനെ വിശ്വാസം കൈമാറണം, അതൊക്കെയാണ്. അതിന്റെ ആദ്യത്തെ എപ്പിസോഡ്, പൈലറ്റ് എപ്പിസോഡ് ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് പോയി കാണണം. മസ്റ്റായിട്ട് ഇത് കാണണമെന്ന് മാത്രമല്ല, കാരണം അതൊരു 30-35 മിനിറ്റ് ഉണ്ട്. ഞാനും ഒരു 3 കുടുംബങ്ങൾ, 3 ദമ്പതികൾ, ടോട്ടൽ ഞങ്ങൾ 7 പേര് ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. അതൊരു കേവല പ്രസംഗമല്ല, മറിച്ച് സംസാരിക്കുകയാണ്. എങ്ങനെ നമുക്ക് കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ പറ്റും, എങ്ങനെ പ്രാർത്ഥന പഠിപ്പിക്കാൻ പറ്റും, അതൊക്കെയാണ്. അത് നിങ്ങൾ കേൾക്കണമെന്ന് മാത്രമല്ല. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഹോംവർക്ക് അതാ കേട്ടോ. ഞാൻ നിങ്ങളെ ഇങ്ങനെ ഇവാഞ്ചലൈസേഷൻ ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ നസ്രത്ത് കണ്ടു, പങ്കുവെച്ചു. അത് നിങ്ങൾ പറയണം, ഞാനൊന്ന് കാണട്ടെ നിങ്ങൾ എത്ര പേര് ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അത് കണ്ട് കുറച്ച് പേർക്ക് അത് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ഇടവകയിലൊക്കെ ഉള്ള ഈ അമ്മമാരുടെ അപ്പന്മാരുടെയൊക്കെ ഗ്രൂപ്പുകളോ, വാട്സാപ്പ് ഗ്രൂപ്പുകളോ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പുകളോ അതിലൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് അയച്ചു കൊടുക്കുക. ആളുകൾ ഇത് കാണട്ടെ. ഒന്ന് അതിനെക്കുറിച്ചൊക്കെ, അത്തരം വിഷയങ്ങൾ, അതിനകത്ത് എല്ലാത്തിന്റെയും ഉത്തരം ഉണ്ടെന്നുള്ളതല്ല, മറിച്ച് അത്തരം വിഷയങ്ങൾ ആൾക്കാരൊന്ന് ചിന്തിക്കട്ടെ, സംസാര വിഷയമാക്കട്ടെ. ഇത്രയൊക്കെ പറഞ്ഞ്, ആമുഖം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ടെഡിലേക്ക്, ദ 8th ഡേയിലേക്ക് പ്രവേശിക്കാം. ഈശോയുടെ തിരുവുത്ഥാനം ഒരു വിജയമാണെങ്കിൽ, വിജയമാണ്, എന്നാലും നമ്മളൊന്ന് സ്ട്രെസ് കൊടുക്കുകയാണ്. ഈശോയുടെ തിരുവുത്ഥാനം ഒരു വിജയമാണെങ്കിൽ, മിശിഹ മരണത്തെ കീഴടക്കിയെങ്കിൽ, ഈഫ് റിസറക്ഷൻ ഈസ് ടോട്ടൽ വിക്ടറി, ഈഫ് ക്രൈസ്റ്റ് കോൺകേർഡ് ഡെത്ത്, ഈശോ മഹത്വത്തിലായിരിക്കുന്നെങ്കിൽ, ഇഫ് ഹി ലിവ്സ് ഇൻ ഗ്ലോറി, ഒരു സ്വാഭാവിക ചോദ്യം വരും. നോക്കട്ടെ, നിങ്ങൾക്ക് വരുമോ നോക്കട്ടെ. ഈശോ മരണത്തെ പരാജയപ്പെടുത്തി, അവൻ വിജയശ്രീലാളിതനായി നിൽക്കുന്നു, അവൻ മഹത്വത്തിലായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം എന്തായിരിക്കും? 2 പേര് ഒരുമിച്ചിരുന്ന കേൾക്കുന്നെങ്കിൽ 2 പേരും പറ, ആരുടെ ശരിയാവും നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതെന്താ ഇങ്ങനെ? തിരുവുദ്ധാനം കണ്ടൊരാള്, ഉദ്ധാനം ചെയ്ത മിശിഹായെ കണ്ടൊരാള്, പക്ഷെ എന്നാലും ഇതെന്താ ഇങ്ങനെ?
എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഏതാ? എന്തുകൊണ്ട് മുറിവുകൾ? എന്തുകൊണ്ട് വീണ്ടും മുറിവുകൾ? എന്തുകൊണ്ടാ പിന്നെയും അവന്റെ കൈകളിൽ, അവന്റെ കാലുകളിൽ, അവന്റെ പാർശ്വത്തിൽ മുറിവ് ശേഷിക്കുന്നത് എന്ത്? അപ്പൊ ഇന്നത്തെ നമ്മുടെ ധ്യാനം അതാണ്, വൂൺസ് ദാറ്റ് ഹീൽ, സുഖപ്പെടുത്തുന്ന മുറിവുകൾ, സഹനത്തെ മായ്ച്ചു കളയാത്ത മഹത്വം, ഗ്ലോറി ദാറ്റ് ഡസ് നോട്ട് ഇറേസ് സഫറിംഗ്. മുറിവുകളാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. വൈ ആർ ദ വൂൺസ് സ്റ്റിൽ ദെയർ? എന്തുകൊണ്ട് ഉദ്ധിതന്റെ ശരീരത്തിൽ മുറിവുകൾ അവശേഷിക്കുന്നു? എന്തുകൊണ്ട് കർത്താവിൽ ഉദ്ധിതനിൽ മുറിവ് അവശേഷിക്കുന്നു ചോദിക്കുമ്പോൾ അതിനോട് ചേർന്ന് വരുന്ന ചോദ്യം, വൈ ദ റിസൺ ലോർഡ് നോട്ട് അപ്പിയർ ഫ്ലോലെസ്, അൺടച്ച്ഡ്, ഫ്രീ ഫ്രം എവറി മാർക്ക് ഓഫ് സഫറിംഗ്? സഹനത്തിന്റെ ഒരു അടയാളം പോലും ഇല്ലാതെ എന്താ അവൻ കാണപ്പെടാഞ്ഞത്? എന്തുകൊണ്ട് അവനെ മുറിവില്ലാതെ, കളങ്കമില്ലാതെ, കറയില്ലാതെ ഉദ്ധിതനെ നമുക്ക് കാണാൻ പറ്റിയില്ല? മുറിവുകളോടെയാണല്ലോ അവനെ കാണുന്നത്. എന്തായിരിക്കും ഇതിന്റെ കാരണം? അത് യോഹന്നാൻ 20:27 നമ്മൾ കാണുന്നുണ്ട്. മുറിവ് നീ കാണുക എന്നാണ് ഈശോ പറയുന്നത്. മുറിവ് കാണുക. The wounds remain. യോഹന്നാൻ 20:27 ബൈബിൾ എടുക്കാം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 27-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക. അവിശ്വാസിയാകാതെ എന്റെ പാർശ്വത്തിൽ, എന്റെ മുറിവ് കാണുക, എന്റെ പാർശ്വത്തിൽ നിന്റെ കരങ്ങൾ വെക്കുക. That means the wounds remain. The wounds remain. മുറിവുകൾ അവശേഷിക്കുന്നു. ഈ മുറിവ് തോൽവിയുടെ അടയാളങ്ങളല്ല, തോൽവിയുടെ പാടുകളല്ല, മറിച്ച് ഈ മുറിവിനെ മനസ്സിലാക്കേണ്ടത് ദാ ഈ വാക്യം കേട്ടെ, signs of love that refused to disappear. Signs of love. Those are not scars of defeat. The wounds of the resurrected one are not scars of defeat. അത് തോൽവിയുടെ മുറിപ്പാടുകളല്ല, മറിച്ച് signs of love that refused to disappear. മാഞ്ഞു പോകാൻ കൂട്ടാക്കാതിരുന്ന സ്നേഹത്തിന്റെ അടയാളങ്ങളാണ് മുറിവുകളെന്ന്. എന്തൊരു പറച്ചിലല്ലേ അത്! മാഞ്ഞു പോകാൻ മനസ്സില്ലാതിരുന്ന സ്നേഹത്തിന്റെ അടയാളങ്ങളാണ് ഉദ്ധിതന്റെ മുറിവുകൾ. സൈൻസ് ഓഫ് ലവ് ദാറ്റ് refused to disappear. Resurrection does not erase Good Friday. Resurrection does not erase Passion Friday. തിരുവുദ്ധാനം പീഠാനുഭവവെള്ളിയെ മായ്ച്ചു കളയുന്നില്ല, പിന്നെയോ ട്രാൻസ്ഫിഗേഴ്സ് ഇറ്റ്, അതിനെ രൂപാന്തരപ്പെടുത്തുകയാണ്. കർത്താവ് തിരുവുദ്ധാനം ചെയ്തു എന്നതുകൊണ്ട് കുരിശോ പീഠാനുഭവവെള്ളിയുടെ പീഠാസനോ മാഞ്ഞു പോവല്ല, മറിച്ച് അവയെ രൂപാന്തരപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മിശിഹായുടെ ശൈലി സഹനത്തെ എടുത്തു മാറ്റുകയല്ല, മറിച്ച് സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്. സഹനത്തെ എടുത്തു മാറ്റുകയായിരുന്നെങ്കിൽ ആ മുറിവുകൾ മാഞ്ഞു പോയനെ ഉദ്ധിതന്റെ ദേഹത്ത് നിന്ന്. സഹനത്തെ എടുത്തു മാറ്റുന്നതല്ല കർത്താവിന്റെ ശൈലി. ആ സഹനത്തിലെ സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്. ആ മുറിവുകളിൽ കർത്താവിന്റെ സ്നേഹമുണ്ട്. അതുകൊണ്ട് ഈ വാക്യം, ചില വാക്യങ്ങൾ നേരത്തെ പറഞ്ഞ വാക്യം ഉണ്ടല്ലോ, സൈൻസ് ഓഫ് ലവ് ദാറ്റ് refused to disappear. അതുപോലെ ചില വാക്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് അടുത്തത് വൂൺസിനെ കുറിച്ച്. അതിപ്പോ കർത്താവിൻ്റെതും നമ്മുടേതും. വൂൺസിനെ മനസ്സിലാക്കാൻ അറിയാമോ? മുറിവുകളെ മനസ്സിലാക്കേണ്ടത്, മുറിപ്പാടുകളെ മനസ്സിലാക്കേണ്ടത്. wounds are not problems to be explained. വിശദീകരിക്കേണ്ട പ്രശ്നങ്ങളല്ല മുറിവുകൾ. wounds are not problems to be explained, but mystery to be contemplated. നിന്റെ ജീവിതത്തിൽ ഒരു മുറിവുണ്ടോ, മുറിപ്പാടുണ്ടോ? അത് വിശദീകരിക്കേണ്ട ഒരു സംഗതിയല്ല, വിശദീകരിക്കേണ്ട ഒരു പ്രശ്നമായിട്ട് അതിനെ കരുതാതിരിക്കുക. അത് ധ്യാനിക്കേണ്ട രഹസ്യമാണ്. മുറിവുകൾ ധ്യാനിക്കേണ്ട രഹസ്യമാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വാക്യങ്ങൾ, വചനഭാഗങ്ങൾ, ഒന്ന് യോഹന്നാൻ 20, 24, 29 തോമായോട് പറയുന്നത്. പിന്നെ ലൂക്ക 24, 39. അതും നിങ്ങൾ ബൈബിളിൽ എടുത്തു. ലൂക്ക 24, 39. ലൂക്ക 24, 39 എന്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവേൻ. വൂൺസ് ആർ റെവലേഷൻ. അവസാനം കർത്താവിനെ കണ്ടെത്താനുള്ള ഐഡന്റിഫിക്കേഷൻ മാർക്ക്. പണ്ട് നമ്മൾ സ്കൂളിൽ ചേരുന്ന കാലത്ത് മറുക എവിടെയാണെന്ന് കുറിച്ചിട്ടാണ് കാണും. കർത്താവിനെ ഐഡന്റിഫൈ ചെയ്യാൻ കർത്താവ് പറയും, എന്റെ കൈയും കാലും കണ്ടിട്ട് പറയണം. എന്റെ മുഖത്തോട് നോക്കിയിട്ടല്ല, എന്റെ കൈയും കാലും കണ്ടിട്ട് പറ, മനസ്സിലാക്കിയത് ഞാനാണെന്ന്. മുറിവുകൾ വ്യക്തിയെ വെളിപ്പെടുത്തുന്നുണ്ട്.
യോഹന്നാൻ 20:20, യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. വീണ്ടും ശിഷ്യന്മാരെ കൈകളും പാർശ്വവും കാണിച്ചു. അവിടെ എന്താ ഉള്ള മുറിവുകൾ. 1 പത്രോസ് 2:24, അത് നിങ്ങൾ നിർബന്ധമായും ബൈബിളിൽ എടുക്കുക. 1 പത്രോസ് 2:24. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 1 പത്രോസ് 2:24 വായിക്കുന്നത്, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് പറയുന്നത്, ഈവൻ ഇൻ ഹെവൻ അവർ ക്രൈസ്റ്റ് ഹാസ് ഗോട്ട് വൂണ്ട്സ്. സ്വർഗത്തിലും നമ്മുടെ കർത്താവിന് മുറിവുകളുണ്ടെന്ന്. സ്വർഗത്തിലും കർത്താവിന്, അതാണ് വെളിപാട് പുസ്തകത്തിൽ കൊല്ലപ്പെട്ടിട്ടും സ്ലേഡ് ആൻഡ് സ്റ്റാൻഡിങ് ലാംപ്, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാട്, മുറിവേറ്റ കുഞ്ഞാട്, മുറിവുകളുണ്ട് കർത്താവിൽ. ആ മുറിവ് വെളിപ്പെടുത്തലാണ്. The wounds are not temporary, eternal signs of redemption. മുറിവുകൾ താൽക്കാലികമല്ല, അത് രക്ഷയുടെ നിത്യ അടയാളങ്ങളാണ്. കർത്താവിന്റെ മുറിവുകളിലേക്ക് ഇനി ഇതൊക്കെ കേൾക്കിട്ടൊന്ന് നോക്കണേ. നമ്മുടെ വീട്ടിലൊരു പുരുഷ രൂപം കാണും, അല്ലെങ്കിൽ കർത്താവിന്റെ ഉയർത്തെഴുന്നേറ്റ രൂപം, അല്ലെങ്കിൽ കർത്താവിന്റെ ഏതെങ്കിലും രൂപം നോക്കണം, മുറിവുണ്ടാണോ? തിരുഹൃദയ രൂപത്തിൽ മുറിവുണ്ട്. നമ്മുടെ കുടുംബങ്ങളൊക്കെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ്. മുറിവുണ്ട് കർത്താവിന്റെ കരങ്ങളിലും അവന്റെ പാർശ്വത്തിലും മുറിവുകളുണ്ട്. ആ മുറിവ് രക്ഷയുടെ നിത്യ അടയാളങ്ങളാണെന്ന്. ഇനി പഴയ നിയമത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഒന്നാമത്തത്, ജോസഫ് ഇൻ ഈജിപ്ത്. ജോസഫ് വളരെയേറെ വിധത്തിൽ ഈശോയുടെ പ്രോട്ടോടൈപ്പ് ആണെന്ന് നമുക്കറിയാം. അവൻ മുറിവേറ്റവനാണ്. ജോസഫ് മുറിവേറ്റവൻ. അതിനുശേഷം ഈജിപ്തിൽ അവൻ ഉയർത്തപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം അവന്റെ പാസ്റ്റ് മാഞ്ഞു പോയെന്നോ മായ്ച്ചു കളഞ്ഞെന്നോ അല്ല. അതവിടെ ഉണ്ട്. ആ മുറിവുകളും മുറിപ്പാടുകളും അവിടെ ഉണ്ട്. ആ മുറിവുകളിൽ കർത്താവ് ദൈവമഹത്വം സമ്മാനിക്കുകയാണ്. ആ മുറിവ് രക്ഷയ്ക്ക് മാർഗമായി. അതാണ് ജനസിസ് 50:20. നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവം അത് നന്മയാക്കി മാറ്റി. ആ മുറിവ് നന്മയായി മഹത്വമായി മാറുന്നു. അതുപോലെ അവിടെ ജോസഫിന്റെ മുറിവ്, ജോസഫിന്റെ മുറിപ്പാട് സഹോദരങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറി. പട്ടിണി പിടിച്ചൊരു സമയത്ത് ഭക്ഷണമായിട്ട് അന്നത്തെ മുറിവുകൾ ഇന്ന് മാറിയെങ്കിൽ ക്രൈസ്റ്റ് വൂണ്ട്സ് ബിക്കംസ് ചാനൽസ് ഓഫ് ഗ്രേസ്. കർത്താവിന്റെ മുറിവുകൾ കൃപയുടെ ഉറവകളാണ്, കൃപയുടെ നീർച്ചാലുകളാണ്. കർത്താവിന്റെ മുറിവുകളിലൂടെയാണ് നമ്മളിലേക്ക് കൃപ ഒഴുകുന്നത്. യെശയ്യ 53 സഹനദാസനിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം, മുറിവുകൾ മാഞ്ഞു പോയെന്നല്ല, ആ മുറിവ് നമുക്ക് സൗഖ്യമായതാണ്. അവന്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യമുള്ളവരായി എന്ന് വെച്ചാൽ അവന്റെ മുറിവ് മാഞ്ഞു പോയി എന്നല്ല, പക്ഷെ ആ മുറിവിൽ തന്നെ, ആ മുറിവിനാലെ തന്നെ അവൻ നമുക്ക് സൗഖ്യം തരുന്നു. അതിന്റെ അർത്ഥം മുറിവ് അവശേഷിക്കുന്നു. മൂന്നാമത്തത്, യാക്കോബിന്റെ മുടന്ത്. യാക്കോബ് ജനസിസ് 32:31, ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 31 വാക്യം. ആ ഭാഗത്ത് നിങ്ങൾ വായിക്കണം. യാബോക്ക് നദിക്കരയുടെ തീരത്ത് യാക്കോബ് ദൈവവുമായി മൽപ്പിടുത്തം നടത്തുന്ന രംഗമുണ്ട്. ഈ മൽപ്പിടുത്തം നടത്തി കഴിഞ്ഞിട്ട് പിന്നെ പോരുമ്പോ ഇവന് മുടന്തുണ്ട്. അവന്റെ ഏണിന്റെ എല്ല് കർത്താവ് ചവിട്ടി ഇളക്കി. അപ്പോ ഇവന് മുടന്തിയാണ് നടക്കുന്നത്. അപ്പോ ഒരു മുറിപ്പാടായിട്ട് ആ മുടന്തിനെ മനസ്സിലാക്കിക്കേ, ഒരു മുറിവായിട്ട് ആ മുടന്തിനെ മനസ്സിലാക്കിക്കേ. ഇനി ആ മുടന്ത്, ആ മുറിവ് എന്തിന്റെ സൂചനയാണ്? ഒന്ന്, ഇറ്റ്സ് ദ മാർക്ക് ഓഫ് എൻകൗണ്ടർ. ദൈവദർശനത്തിന്റെ അടയാളമാണ് ആ മുടന്ത്. ദൈവദർശനത്തിന്റെ അടയാളമാണ് ആ മുടന്ത്. 2, മാർക്ക് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. യാക്കോബ് ഇസ്രായേലായിട്ട് മാറുന്നു. അവന് മാറ്റം വരികയാണ്. അവന്റെ മാറ്റത്തിന്റെ സൂചനയാണ് ആ മുറിവ്. നമ്മുടെയും ചില മുറിവുകൾ അത് ദൈവദർശനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. കർത്താവിന് ചില മുറിവുകളില്ലേ പഴയ കാലത്ത്, ആ മുറിവിലല്ലേ ദൈവത്തെ കണ്ടേ? ആ മുറിവേറ്റ കാലത്തല്ലേ ദൈവസാന്നിധ്യം കൂടുതൽ അനുഭവിച്ചേ? മുറിവ് ദൈവസാന്നിധ്യത്തിന്റെ ദർശനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. മുറിവ് എന്റെ മാറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. കർത്താവിന്റെ കുരിശു മരണമാണ് ചരിത്രത്തെ മാറ്റിമറിച്ചത്. അപ്പൊ അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ആ മുറിവ്. നമ്മുടെ ജീവിതത്തിലും മുറിവേറ്റ കാലത്താണ് നമ്മൾ ആത്യന്തികമായി രൂപാന്തരപ്പെട്ടത്, മാറിയത്. അതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. സം വൂണ്ട്സ് ആർ നോട്ട് റിമൂവ്ഡ് ബിക്കോസ് ദേ ക്യാരി ഡിവൈൻ മീനിങ് എന്ന് നമ്മൾ ഈ പറഞ്ഞത്. സം വൂണ്ട്സ് ആർ നോട്ട് റിമൂവ്ഡ് ബിക്കോസ് ദേ ക്യാരി ഡിവൈൻ മീനിങ്. ചില മുറിവുകൾ മാഞ്ഞു പോകാത്തത്, ചില മുറിപ്പാടുകൾ മാഞ്ഞു പോകാത്തത്, അവ ദൈവികമായൊരു അർത്ഥം പേറുന്നുണ്ട്. ആ മുറിവുകൾ ദൈവിക ധ്യാനം അർത്ഥം പേറുന്നുണ്ട്. അടുത്തത് 4-ാമത്തത്, പഴയ നിയമത്തിൽ 4-ാമത്തത് സഖറിയ 12:10. തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ
അവർ നോക്കി നിൽക്കും. ഇത് പലയാവർത്തി നമ്മളിത് പഠിച്ച് മാർഗം തൊട്ട് ഇതിങ്ങനെ പഠിച്ചു വരികയാണ്. സക്കറിയ 12:10 തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. അത് കുരിശിൽ നമ്മൾ ധ്യാനിച്ചു, ഉദ്ധിതനിൽ അത് അധികമായി ധ്യാനിക്കുകയാണ്. തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ അവർ നോക്കി നിൽക്കും. ഉയർപ്പിൽ ഉദ്ധിതനെ നോക്കുമ്പോൾ തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ ആ മുറിവിനാലെ അവർ തിരിച്ചറിയുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. ഇനി പൗലോസ് ലീഹ ഈ മുറിവ് നമ്മുടെ കുറവാണ്, നമ്മുടെ ബലഹീനതയാണ്, നമ്മൾ ഞെരുക്കപ്പെട്ട നേരമാണ്, തകർക്കപ്പെട്ടതിന്റെ ഓർമ്മയാണ്, നമ്മുടെ വീഴ്ചകളാണ്, ഇതെല്ലാം നമ്മുടെ മുറിവുകളാണ്. ആ മുറിവ് എങ്ങനെ ദൈവമഹത്വത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നു. പൗലോസ് ലീഹയുടെ ആശയത്തിലുണ്ടല്ലോ, ഈ മുറിവും കുറവുമില്ലേ, ഈ മുറിവും കുറവും അവിടെയാണ് ദൈവമഹത്വം വെളിപ്പെടുന്നത്. പവർ ഇൻ വീക്ക്നെസ്, അത് പൗലോസ് ലീഹയുടെ ഒരു മെയിൻ ആശയമാണ്. നിന്റെ ബലഹീനതയിൽ, നിന്റെ കുറവിൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടും. അതായത് പൗലോസ് ലീഹ എപ്പോഴും പറയുന്നത് ബലഹീനത മഹത്വത്തിനെതിരല്ല. വീക്ക്നെസ് ഇസ് നോട്ട് ഒപ്പോസ് ടു ഗ്ലോറി. ഇത് ബലഹീനതയുടെ, നിന്റെ കുറവിന്റെ, മുറിവിന്റെ വിപരീതമാണ് ദൈവമഹത്വം എന്ന് വിചാരിക്കരുത്. മറിച്ച് വെരി പ്ലേസ് വെയർ ഗ്ലോറി ഈസ് റിവീൽഡ്. നിന്റെ മുറിവ് എവിടെയാണോ, നിന്റെ കുറവ് എവിടെയാണോ, നിന്റെ ബലഹീനത എവിടെയാണോ അവിടെയാണ്, അതാണ് വെരി പ്ലേസ്, അതാണ് കൃത്യ ഇടം. എന്തിനത്? ദൈവമഹത്വം വെളിപ്പെടുന്ന ഇടം. മുറിവിന്റെ കുറവിന്റെ ഇടമാണ് ദൈവമഹത്വം വെളിപ്പെടുന്ന ഇടം. 2 കൊരിന്തോസ് 12:9 പൗലോസ് ലീഹായെ കൂടുതൽ പൊതുവെ നമ്മുടെ ബൈബിളില് അധികം വര വീഴാത്ത ഭാഗമായിരിക്കും പൗലോസ് ലീഹായുടെ. നമ്മൾ ഈ ചെടിയിൽ കുറച്ചുകൂടെ പൗലോസ് ലീഹായെ ഗൗരവത്തോടെ എടുക്കുന്നുണ്ടെന്ന് ഞാൻ ആമുഖത്തിലെ പറഞ്ഞതാണ്. അപ്പൊ പൗലോസ് ലീഹായുടെ ലേഖനങ്ങളൊക്കെ ഒന്ന് വരച്ച കിട്ടി. 2 കൊരിന്തോസ് 12:9 2 കൊരിന്തോസ് 12:9 ഇങ്ങനെയാണ്: എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി, നിനക്ക് എന്റെ കൃപ മതി. അടുത്തതാണ് ഈ പവർ ഇൻ വീക്ക്നെസ്. ബലഹീനത ദൈവമഹത്വത്തിന്റെ വെളിപ്പെടുത്തലിന്റെ ഇടമാണ്. നിന്റെ മുറിവ് അവിടെയാണ് കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്നത്, മഹത്വം നമുക്ക് കാട്ടിത്തരാൻ പോകുന്നത്. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി എന്നിട്ട് പറയുന്നു, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. മിശിഹായുടെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. എന്റെ മുറിവിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന്. പലരും മുറിവ് മറച്ചു പിടിക്കാനല്ലേ ശ്രമിക്കുന്നത്. മുറിവ്, വീഴ്ച, കുറവ് മറച്ചു പിടിക്കുമ്പോൾ ഇവിടെ പൗലോസ് ലീഹ പറയുന്നു, എന്റെ മുറിവിനെ കുറിച്ച് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് ഞാൻ പ്രശംസിക്കും. കാരണം എനിക്ക് ബലഹീനത ഉള്ളത് കൊണ്ടാണ് ദൈവമഹത്വം അവിടെ വെളിപ്പെടുന്നത്. കുറവില്ലാത്തവനിലേക്ക് എന്തിനാ ദൈവം വരുന്നത്? കുറവുള്ള മേഖലയിൽ കർത്താവിന്റെ മഹത്വം അധികമായി വെളിപ്പെടും. പൗലോസ് ലീഹയുടെ സുന്ദരമായ ആശയം. അതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ കുമ്പസാരിപ്പിക്കുന്ന നേരത്ത് ഉപദേശം കൊടുക്കുമ്പോൾ പറയും, ചില മനുഷ്യര് നീറുന്നവരോട്, പാപത്തെ ഓർത്ത് നീറുന്നവരോട് പറയാറുണ്ട്, സങ്കടപ്പെടണ്ട, ഈ പാപം സംഭവിച്ചത് കൊണ്ടല്ലേ ദൈവ കരുണ നമ്മൾ അനുഭവിക്കുന്നത്. ഈ പാപം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇത്രയേ ഉള്ളൂ. ദൈവമഹത്വമാണ് എന്നെ പൊതിയുന്നത്, കർത്താവാണ് എന്നെ കാക്കുന്നതും തിരിച്ചറിയുന്നത്. അതുകൊണ്ട് വിശുദ്ധരൊക്കെ ഈ ഹോളി സിൻ, വിശുദ്ധ പാപമേ എന്ന് വിളിക്കുന്നുണ്ട്. ഇത് പൗലോസ് ലീഹയുടെ ഈ ആശയവുമായിട്ട് ബന്ധപ്പെട്ടതാ. എന്ന് വിചാരിച്ചിട്ട് വിശുദ്ധ പാപം എന്ന് പറഞ്ഞിട്ട് എല്ലാ പാപവും ചെയ്യണമെന്നല്ല. വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് ഇടർച്ച ഇതിന്റെ തിരിച്ചറിവ് കൂടിയാണ്. എന്തിന്റെ തിരിച്ചറിവ്? എന്റെ ബലഹീനതയിലാണ് അവന്റെ ശക്തി അധികമായി വെളിപ്പെടുന്നത്. ഗലേഷ്യൻസ് ചാപ്റ്റർ 6:17 ഗലാത്യ ലേഖനം 6:17 ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്തെന്നാൽ എന്റെ ശരീരത്തിൽ ഈശോയുടെ അടയാളങ്ങൾ ഞാൻ ധരിക്കുന്നു. മാർക്സ് ഓഫ് ക്രൈസ്റ്റ്. ഈ മുറിപ്പാടുകളാണ് ഓരോരുത്തരുടെയും ദേഹത്തെ, ജീവിതത്തിലെ ഈ മുറിപ്പാടുകൾ കർത്താവിനെ ധരിക്കുകയാണ്. ആ മുറിവുകളിലാണ് കർത്താവ് നിറയാൻ പോകുന്നത്. നിന്റെ ഓരോ സ്കാറും, ഓരോ മുറിപ്പാടും കർത്താവ് ഇരിക്കുന്ന ഇടങ്ങളായിട്ട് അനുഭവിച്ചേ. നിനക്ക് ഇന്ന മേഖലയിൽ ഒരു മുറിവുണ്ടോ, അവിടെയാണ് കർത്താവ് വരാൻ പോകുന്നത്. അത് കർത്താവിന്റെ അടയാളമാണത്. ഇവിടെ ഒരു സങ്കടമുണ്ടോ, അവിടെയാണ് കർത്താവ് വരുന്നത്. അതാണ് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ അടയാളം. ഇനി 2 കൊരിന്തോസ് 4:10-11 2 കൊരിന്തോസ് 4:10-11 വാക്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ഈശോയുടെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ ഈശോയുടെ ജീവൻ പ്രത്യക്ഷമാകേണ്ടതിന് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈശോയെ പ്രതി സദാ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അവന്റെ മുറിവിനെ ഞങ്ങൾ പേറുന്നുവെന്നാണ്. ഇങ്ങനെ വരച്ചിട്ടാ മതി. വൂൺസ്, മുറിവാണ്
ജീവനായിട്ട് മാറുന്നത്. വൂൺസ് ആരോ ലൈഫ്, വൂൺസ് ആരോ ലൈഫ്, സഫറിങ് ആരോ ഗ്ലോറി. സഹനം മഹത്വമായി രൂപാന്തരപ്പെടും, മുറിവ് ജീവനായി രൂപാന്തരപ്പെടും. അപ്പോൾ ഈ മുറിവുണ്ട്, മായ്ച്ചു കളയല്ല. സഹനം, സഫറിങ് ഉണ്ട്, അത് മായ്ച്ചു കളയല്ല, അത് രൂപാന്തരപ്പെടും. നമ്മളിൽ രൂപാന്തരപ്പെടും. ആ മുറിപ്പാട് അവിടെ കാണും, മുറിപ്പാട് അവിടെ കാണും. പിതാക്കന്മാരിലേക്ക് വരാം. അഗസ്തിനോസ് പുണ്യാളൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, സെയിന്റ് അഗസ്റ്റിൻ ഇതിനെക്കുറിച്ച് പറയുന്നത്, ക്രൈസ്റ്റ് കെപ്റ്റ് ഹിസ് വൂൺസ്. രണ്ട് കാര്യങ്ങളാണെന്ന് അഗസ്റ്റിനോസ് പുണ്യാളന്റെ, ഇത് പലതും നമ്മൾ ഇങ്ങനത്തെ കേൾക്കും. അഗസ്റ്റിനോസ് പുണ്യാളന്റെ ഭാഷയിൽ ഈശോ അവന്റെ ദേഹത്ത് മുറിവുകളെ സൂക്ഷിച്ചു വെച്ചത്. കർത്താവിന് എന്താ ഇത് മായ്ച്ചു കളയാൻ വലിയ പാടുണ്ടോ? മരണത്തിൽ നിന്ന് കല്ലറയെ തകർത്ത് ഉയർത്തെഴുന്നേറ്റ് വരാൻ ആവതുള്ളവന് ആ മുറിവ് മായ്ച്ചു കളയാൻ വലിയ പാടുണ്ടോ? ആ മുറിവ് അവിടെ തുടരട്ടെ എന്ന് കർത്താവ് തീരുമാനിക്കാൻ രണ്ട് കാരണം അഗസ്റ്റിനോസ് പുണ്യാളൻ പറയുന്നു. ഒന്ന്, ടു സ്ട്രെങ്തൻ ദ ഫെയ്ത്ത് ഓഫ് ഡിസൈപ്പിൾ. ശിഷ്യന്മാരുടെ വിശ്വാസത്തെ ബലപ്പെടുത്താൻ ഈ മുറിവ് ബലപ്പെടുത്തും. കർത്താവിന്റെ മുറിവ് ഇവർക്ക് ബലം നൽകും, മുറിവേൽക്കാൻ ഇവർക്ക് തന്റെ ഇടം നൽകും. ആ മുറിവേറ്റാലും ഞങ്ങളും മഹത്വത്തിൽ പങ്കുപറ്റുമെന്ന് ഉറപ്പ് ലഭിക്കും. മുറിവ് വിശ്വാസം ബലപ്പെടുത്തുന്നു. രണ്ട്, ടു ഇന്റർസീഡ് ഫോർ us ബിഫോർ ദ ഫാദർ. അതായത് പിതാവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കാൻ ഈ മുറിവാണ് ആ മാധ്യസ്ഥ്യത്തിന്റെ മാർഗം. ഈ മുറിവ് കാണിച്ചാണ്, ഈ മുറിവിന്റെ പിറകിലാണ് നമ്മൾ മറിഞ്ഞിരിക്കുന്നത്. ഈ മുറിവിന്റെ പിറകിൽ നമ്മൾ മറിഞ്ഞിരിക്കും. കാരണം പിതാവ് നോക്കുമ്പോൾ പുത്രന്റെ മുറിവ് കാണുമ്പോൾ പിതാവിന് അലിവ്, കരുണ. ആ മുറിവിന്റെ പിറകിൽ ആരിരിക്കും? നമ്മളിരിക്കും. അപ്പൊ ആ കരുണ ആർക്ക് കിട്ടും? നമുക്ക് കിട്ടും. നമ്മളിതിൽ പങ്കുപറ്റും. ഈ മുറിവ് കാണിച്ചാണ് പുത്രൻ പിതാവിന്റെ പക്കൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കുന്നത്. Wounds are eternal witnesses of mercy. ദൈവകരുണയുടെ നിത്യസാക്ഷികളാണ് അവന്റെ മുറിവുകൾ. ദൈവകരുണയുടെ ആ മുറിവിലാണ് നമ്മൾ മറഞ്ഞിരിക്കുന്നത്. അങ്ങേ മുറിവുകളിൽ എന്നെ മറയ്ക്കണമേ. പാടി പ്രാർത്ഥിക്കാറില്ലേ? അങ്ങേ മുറിവുകളിൽ എന്നെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, കർത്താവിന്റെ മുറിവ് ദൈവകരുണയുടെ നിത്യസാക്ഷ്യമാണ്. ആ മുറിവിന്റെ പിറകിൽ ഞാൻ ഇരിക്കുമ്പോ ആ മുറിവിലേക്ക് പിതാവിന് തോന്നുന്ന കരുണ, അലിവ്, അതിന്റെ പിറകിൽ മറഞ്ഞിരിക്കുന്ന എനിക്ക് ലഭിക്കും. അങ്ങേ തിരുമുറിവുകളിൽ എന്നെ മറയ്ക്കണമേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. ഗ്രിഗറി ദ ഗ്രേറ്റ് പറയുന്നത്, Christ retained the wounds not because he cannot remove it, preserve them as sign of love. ഗ്രിഗറി ദ ഗ്രേറ്റിന്റെ ഭാഷയിൽ കർത്താവ് ആ മുറിവ് മായ്ച്ചു കളയാത്തത്, അത് മായ്ച്ചു കളയാൻ കർത്താവിന് കഴിവില്ലാഞ്ഞിട്ടല്ല, മറിച്ച് സ്നേഹത്തിന്റെ അടയാളമായി ആ മുറിവിനെ കർത്താവ് സൂക്ഷിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് മുറിവുകളുണ്ട് കേട്ടോ. സ്നേഹത്തിന്റെ മുറിപ്പാടുകൾ ജീവിതത്തിൽ ഏറെയുണ്ട്. അത് മായ്ക്കാൻ നിൽക്കാണ്ട് അവിടെ ഇരുന്നോട്ടെ. അന്ന് ഏറ്റ സഹനം അവിടെ ഇരുന്നോട്ടെ. അത് സ്നേഹത്തിന്റെ അടയാളമാണെന്ന് ആ മുറിപ്പാട്. അതാണ് ഗ്രിഗറി ദ ഗ്രേറ്റ് പറയുന്നത്. ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയുന്നു. ജോൺ ക്രിസോസ്റ്റം പിതാവ് നമ്മുടെ ഷാരോൺ പറഞ്ഞ കണക്ക് ഇത് കഴിയുമ്പോൾ ക്രിസോസ്റ്റം പിതാവിന്റെ കട്ട ഫാനായി പോയെന്ന് പറയുന്ന കണക്കാണ്. ജോൺ ക്രിസോസ്റ്റം പിതാവ് പറയുന്ന 3 വാക്ക് പറയട്ടെ. Wounds silence doubts. Wounds silence doubts. മതി, ഇനി എന്തിനാ അധികം മിണ്ടാതിരുന്നോ? ഇനി Wounds silence doubts. മുറിവുകൾ സംശയത്തെ നിശബ്ദമാക്കും. കർത്താവ് ഉയർത്തോ? മുറിവ് കണ്ടു. കർത്താവ് ശരിക്കും മരിച്ചായിരുന്നോ? മുറിവ് കണ്ടു. ഇത് കർത്താവ് തന്നെയാണോ? മുറിവ് കണ്ടു. Wounds silence doubts. മുറിവുകൾ സംശയത്തെ ഇല്ലാണ്ടാക്കുന്നു. മുറിവുകൾ സംശയങ്ങളെ നിശബ്ദമാക്കി കളയുന്നു. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഭാര്യയ്ക്ക് ഭർത്താവിനോട് എന്നോട് സ്നേഹമുണ്ടോ കർത്താവേ? അപ്പൊ ഭർത്താവ് എന്ത് ചെയ്യണം? മുറിവ് കണ്ടോ? നിനക്കു വേണ്ടി ഞാൻ ഏറ്റ മുറിവ് കണ്ടു. ഭർത്താവിന് ഭാര്യ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോടി? മുറിവ് കണ്ടു. മുറിവുകൾ സംശയത്തെ ഇല്ലാണ്ടാക്കും. മക്കൾക്ക് സംശയം, അപ്പനും അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ ഞങ്ങളെ? Wounds silence doubts. മുറിവുകൾ സംശയത്തെ ഇല്ലാണ്ടാക്കും. സ്നേഹബന്ധങ്ങളിൽ സ്നേഹമുള്ളിടത്ത് മുറിവുകൾ സംസാരിക്കും. മുറിവുകൾ സംശയങ്ങളെ ഇല്ലാണ്ടാക്കും. കാരണം മുറിവ്, ഈ ക്രിസോസ്റ്റം പിതാവ് പറയുന്നു, മുറിവ് 3 കാര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. 3 കാര്യങ്ങളുടെ തെളിവാണ് മുറിവുകൾ എന്നാണ് ക്രിസോസ്റ്റം പിതാവ് പറയുന്നത്. ഒന്ന്, പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി. നീ ആരാണെന്ന് വെളിപ്പെടുന്നത് ഈ മുറിവിലാണ്. ശരിക്കും ഈശോയുടെ ഐഡന്റിറ്റി പ്രൂഫ്, ID കാണിക്കാൻ നമ്മളെ ഈ പോലീസൊക്കെ പിടിക്കുമ്പോൾ ID ഉണ്ടോ? അല്ലെങ്കിൽ ഇവിടെ എയർപോർട്ടിൽ പോകുമ്പോൾ ID കാണിക്കാൻ പറയത്തില്ലേ? ID. അപ്പൊ ഈശോ വന്നപ്പോ ശിഷ്യന്മാർ ചോദിച്ചു, ID എവിടെ? ID
ആധാർ ഉണ്ടോ, പാസ്പോർട്ട് ഉണ്ടോ, കയ്യിൽ വല്ലതും ഉണ്ടോ? ഈശോയുടെ ആധാറും പാസ്പോർട്ടും എല്ലാം അവന്റെ മുറിവാണ്. ആ മുറിവ് കണ്ട് ഹീസ് ഐഡന്റിഫൈഡ്. അപ്പൊ സൈൻ ഓഫ് പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി. 2, പ്രൂഫ് ഓഫ് ലവ്. സ്നേഹമുണ്ടോ എന്നോട്? മുറിവ് കണ്ടോ. 3, പ്രൂഫ് ഓഫ് വിക്ടറി. ജയത്തിന്റെ അടയാളമാണ് മുറിവുകൾ. യെസ്. ഇനി തോമസ് അക്വിനാസ്, നമുക്കറിയാം സഭയിലെ വലിയ തിയോളജിയനാണ്, പണ്ഡിതനാണ് തോമസ് അക്വിനാസ്. തോമസ് അക്വിനാസ് 4 കാര്യങ്ങൾ ഈ മുറിവുകളെ കുറിച്ച് പറയുന്നത്. അല്പം ആഴമേറിയ ദൈവശാസ്ത്ര ചിന്തകളാണത്. പക്ഷെ നമുക്ക് ലളിതമായിട്ട് പറയാം. തോമസ് അക്വിനാസിന്റെ ഭാഷയിൽ കർത്താവ്, ഇത് എഴുതുന്നവരുണ്ടല്ലോ, നമ്മുടെ സ്ക്രൈബ്സ്, അങ്ങനെ വിളിക്കാൻ എനിക്കിഷ്ടം. കേവലം കമന്റ്സ് അല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ സ്ക്രൈബ്സ് ആണ്, എഴുത്തുകാരാണ്. നിങ്ങൾ എഴുത്തുകാരാണ്, സ്ക്രൈബ്സ്. നല്ലതാ അങ്ങനെ എഴുത്തുകാരുള്ളത്. അപ്പൊ നിങ്ങളും പഠിക്കുകയാണ്, ഒരുപാട് പേര് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ കൂട്ടത്തില്. അപ്പൊ നിങ്ങൾ ഓരോ പിതാക്കന്മാരുടെയും കൺഫ്യൂഷൻ വരരുത്, മാറ്റി മാറ്റി ഇട്ടേക്കണം. സെയിന്റ് തോമസ് അക്വിനാസിന്റെ ഭാഷയിൽ ക്രൈസ്റ്റ് കെപ്റ്റ് ഹിസ് വൂൺസ് 4 കാര്യങ്ങൾക്ക്. 1, ഫോർ ഹിസ് ഗ്ലോറി, അവന്റെ മഹത്വത്തിനായി ആ മുറിവുകളെ കാത്തു സൂക്ഷിച്ചു. 2, ഫോർ അവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിനായി അവൻ ആ മുറിവുകളെ കാത്തുവെച്ചു. 3, ഫോർ ഇന്റർസെഷൻ, നേരത്തെ പറഞ്ഞില്ലേ, മാധ്യസ്ഥ്യം യാചിക്കുന്നതിനായി അവൻ മുറിവുകളെ കാത്തുവെച്ചു. 4, ആസ് എ സൈൻ ഓഫ് ലവ്, സ്നേഹത്തിന്റെ അടയാളമായി അവൻ ആ മുറിവ് സൂക്ഷിച്ചു. അപ്പോൾ പറഞ്ഞു വരുമ്പോ മുറിവ് കുറവല്ല, മുറിവ് മഹത്വത്തിന്റെ അടയാളമാണ്. മുറിവുകൾ കുറവുകളല്ല, മുറിവുകൾ മഹത്വത്തിന്റെ അടയാളമാണ്. സഭയുടെ പഠിപ്പീരിൽ CCC 645 ഇതിനെക്കുറിച്ച് പറയുന്നത്, ദ റിസൺ ജീസസ് ബെയേഴ്സ് ദ മാർക്സ് ഓഫ് ഹിസ് പാഷൻ, അവന്റെ പീഠാനുഭവത്തിന്റെ പാടുകൾ അവന്റെ ദേഹത്ത് അവൻ പേറുന്നുണ്ടെന്ന് സഭ ഏറ്റുപറയുന്നു. CCC 647 നമ്മൾ വായിക്കുന്നത്, റിസറക്ഷൻ ഈസ് റിയൽ ആൻഡ് ബോഡിലി, അത് യാഥാർത്ഥ്യമാണ്, ശരീരത്തിലാണ് കർത്താവ് ഉയർത്തത്. യെറ്റ് ട്രാൻസ്ഫോംഡ്, പക്ഷെ അപ്പോഴും അത് ട്രാൻസ്ഫോംഡ് ബോഡിയാണ്, രൂപാന്തരപ്പെട്ട ശരീരമാണ്. ഫ്രാൻസിസ് പിതാവ് പോപ്പ് ഫ്രാൻസിസ് ഇതിനെക്കുറിച്ച് പറയുന്നത്, ക്രൈസ്റ്റ് വൂൺസ് ആർ ഡോർസ് ഓഫ് മേഴ്സി. നിങ്ങൾ അങ്ങനെ കാണേണ്ടത്. കർത്താവിന്റെ മുറിവുകളിലേക്ക് നോക്കണം. കൈത്തണ്ടയിലെ, കാൽപാദത്തിലെ, പാർശ്വത്തിലെ മുറിവുകളെ എങ്ങനെ കാണണം? അത് കരുണയുടെ വാതിലുകളാണെന്ന്. കർത്താവിന്റെ മുറിവുകളിലൂടെയാണ് നമ്മൾ സ്വർഗപ്രവേശനം സാധ്യമാകുന്നത്. The doors of mercy, wounds of Christ are doors of mercy. ഇനി ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്കൊരു 3 കാര്യങ്ങൾ പറഞ്ഞ് അതിനെ അങ്ങ് സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് പ്രായോഗിക കാര്യങ്ങളിലേക്ക് വരാം, പ്രാക്ടിക്കൽ സൈഡിലേക്ക് ഒരുമിച്ച് വരാം. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമത്തത് എന്താണ് ഈ മുറിവ്? ഈ വാക്കുകൾ ഓർത്തു വെച്ചേക്കണം. മെമ്മറി റിഡീംഡ്, ഓർമ്മ രക്ഷിക്കപ്പെട്ടതാണ്. ഓർമ്മയിൽ മുറിവ് കിടപ്പുണ്ട്, പക്ഷെ ഓർമ്മയെ പോലും കർത്താവ് രക്ഷാകരമാക്കി. ഓർമ്മ രക്ഷിക്കപ്പെട്ടു. മെമ്മറീസ് റിഡീംഡ്. നമ്മുടെ മുറിവേറ്റ ഓർമ്മ കിടപ്പില്ലേ പഴയത്, ആ ഓർമ്മയിൽ തന്നെ സൗഖ്യം, ഓർമ്മയിൽ തന്നെ രക്ഷ. കർത്താവിന്റെ കുരിശു മരണം ഇവരുടെ സങ്കടത്തിന്റെ ഓർമ്മയാണ്. അപ്പൊ കർത്താവിന്റെ ഈ മുറിവ് കാണുമ്പോൾ ആ ഓർമ്മ പോലും രക്ഷ അനുഭവിക്കുകയാണ്, ഓർമ്മ പോലും സുഖപ്പെടുകയാണ്. മെമ്മറി റിഡീംഡ്, ഒന്നാമത്തത്. 2, ഐഡന്റിറ്റി ത്രൂ ലവ്. ഈ മുറിവിൽ സ്നേഹം വെളിപ്പെടുകയാണ്. അതിനിങ്ങനെ കൂടെ പറയാം, ലവ് ലീവ്സ് മാർക്സ്. സ്നേഹം അടയാളങ്ങൾ ശേഷിപ്പിക്കുന്നു. സ്നേഹം മുറിപ്പാടുകൾ ശേഷിപ്പിക്കുന്നു. സ്നേഹിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? ഒരു മുറിപ്പാട് ജീവിതത്തിൽ വന്നിട്ടുണ്ട്. സ്നേഹം മുറിപ്പാടുകൾ ശേഷിപ്പിക്കുന്നുണ്ട്. ലവ് ലീവ്സ് മാർക്സ്. അപ്പോ രണ്ടാമത്തത്, ഈ മുറിവ് ഐഡന്റിറ്റി ത്രൂ ലവ്, സ്നേഹത്തിന്റെ ഐഡന്റിറ്റിയാണ് ഈ മുറിവ്. മൂന്നാമത്തത്, മേഴ്സി റിവീൽഡ്. ഈ മുറിവിലൂടെ ദൈവകരുണ വെളിപ്പെടുകയാണ്. മുറിവ് മറച്ചു വെച്ചില്ലല്ലോ, മുറിവ് മറച്ചു വെച്ചല്ല, മുറിവ് കാണിച്ചു കൊടുത്തില്ല ഈശോ. കാണാം, എന്നാലും പിന്നെയും കാണിച്ചു കൊടുത്തു. ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് ഹിഡൻ. മീൻസ് മേഴ്സി മസ്റ്റ് ബി സീൻ ആൻഡ് ടച്ച്ഡ്. ദൈവകരുണയെ നമുക്ക് കാണാൻ, നമുക്ക് തൊടാൻ പാകത്തിൽ ദൈവകരുണ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടതാണ് കർത്താവിന്റെ മുറിവുകളെന്ന്. മനുഷ്യന് കാണാനും തൊടാനും പാകത്തിൽ ആശയമായ ദൈവകരുണ. ദൈവകരുണ ആഫ്റ്റർ ഓൾ ആൻ ഐഡിയ. ദൈവകരുണ കാണാൻ പറ്റുമോ? ദൈവകരുണ കാണാൻ പറ്റുമോ? ദൈവകരുണ കാണാൻ പറ്റും. കാണാൻ പറ്റുന്നതാണ് കർത്താവിന്റെ മുറിവുകൾ. ആ മുറിവുകളിൽ ദൈവകരുണ നമുക്ക് കാണാൻ, തൊടാൻ പാകത്തിൽ നമ്മുടെ ചാരത്ത് വന്നതാണ്. പ്രാക്ടിക്കലായിട്ട് വരാം, അനുദിന ജീവിത വ്യാപാരങ്ങളിലേക്ക് തിരിച്ചു വരാം. പ്രത്യേകം പറയാനുള്ളത്, ഡു നോട്ട് പ്രിറ്റൻഡ് ദാറ്റ് വൂൺസ് ഡോണ്ട് എക്സിസ്റ്റ്. ചില മനുഷ്യർ അങ്ങനെ, എനിക്ക് മുറിവുകളൊന്നുമില്ല കേട്ടോ, മുറിവൊന്നുമില്ല, സുഖമാണ്, ഒരു കുഴപ്പമില്ല, മുറിവൊന്നുമില്ല, ഒരു മുറിവില്ല, ഒന്നുമില്ല. ഡു നോട്ട് പ്രിറ്റൻഡ്.
ഡു നോട്ട് പ്രിറ്റൻഡ്. അഭിനയിക്കരുത്. മുറിവുകളിൽ നിന്ന് അഭിനയിക്കരുത്. മിശിഹാ തമ്പുരാന് പോലും മുറിവുകൾ ഉണ്ടായിരുന്നല്ലോ. നമുക്ക് ഇഷ്ടംപോലെ മുറിവുകളുണ്ട്. ആ മുറിവുകളെ പാത്തുവെക്കുകയല്ല, മറച്ചു വെക്കുകയല്ല വേണ്ടത്. ട്രാൻസ്ഫോം ദം. അതിനെ രൂപാന്തരപ്പെടുത്തണം. രൂപാന്തരപ്പെടുത്താനുള്ള മാർഗം എന്താ? കർത്താവ് എങ്ങനെയായി മുറിവുകൾ രൂപാന്തരപ്പെടുത്തിയത്? ഒന്ന്, ക്ഷമിച്ചു. മുറിവേൽപ്പിച്ചതോട് ക്ഷമിച്ചപ്പോൾ തന്നെ മുറിവ് ഉണങ്ങാൻ തുടങ്ങി. മുറിവേൽപ്പിച്ചതോട് ക്ഷമിക്കുക. ഒപ്പം നമ്മുടെ മുറിവിലേക്ക് കർത്താവിന്റെ സൗഖ്യം ക്ഷണിക്കുക. സ്നേഹിക്കുക. ആ മുറിവ് അനുഭവങ്ങളോട് പൊരുത്തപ്പെടുക. അങ്ങനെ വരുമ്പോൾ മുറിവ് അത് രക്ഷാകരമായി മാറും. അത് രൂപാന്തരപ്പെടും. ഈ വചനങ്ങളോട് പറയാനുള്ളത്, യൂത്ത് ലിസൺ ഹിയർ. യുവർ വൂൺസ് ആർ നോട്ട് യുവർ ഷെയിം. പലരും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാ, നമ്മുടെ മുറിവ് നമുക്ക് നാണക്കേടിന്റെ വിഷയമാണെന്ന്. അല്ല. യുവർ വൂൺസ് ആർ നോട്ട് യുവർ ഷെയിം. ദേ ക്യാൻ ബിക്കം യുവർ സ്ട്രെങ്ത് ഇൻ ക്രൈസ്റ്റ്. അത് കർത്താവിൽ നിങ്ങളുടെ ബലമാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മുറിവ് നിങ്ങൾക്ക് നാണക്കേട. കറക്റ്റാ. അതുകൊണ്ട് നിങ്ങൾ മുറിവ് മറയ്ക്കും. നിങ്ങൾ തന്നെ ഹൈഡ് ചെയ്യും. നമ്മൾ പറയുന്ന ഇപ്പോഴത്തെ ഭാഷ ഇൻവേർട്ടർ ആയിട്ട് മാറും, ഇന്റർവേർട്ട് ആയിട്ട് മാറും. അതൊക്കെ സംഭവിക്കും. മുറിവ് നമുക്ക് നാണക്കേട. പക്ഷേ മിശിഹായിൽ നിന്റെ മുറിവ് നിനക്ക് ബലമാണ്. പൗലോസ്ലീഹ പറയുന്നു, ബലഹീനതയിൽ ശക്തി വെളിപ്പെടുമെന്ന്. അപ്പൊ നിനക്ക് മുറിവുണ്ടോ? മുറിവുണ്ടെങ്കിൽ മിശിഹായോട് ചേർന്ന് നിന്നാൽ ആ മുറിവാണ് നിന്റെ ശക്തി. ആ മുറിവേലാണ് നീ കയറിപ്പോകാൻ പോകുന്നത്. ആ മുറിവാണ് നിന്റെ വളർച്ചയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മുറിവ് അപമാനം, നാണക്കേട്. കർത്താവിൽ മുറിവ് നിനക്ക് ബലമാണ് എന്നോർത്തേക്കണം. ഇൻ ക്രൈസ്റ്റ് those wounds become your strength. മിശിഹായിൽ ആ മുറിവ് നിനക്ക് ബലമായിട്ട് മാറും. ഇന്നത്തെ ഹോംവർക്ക്, നിങ്ങളുടെ മുറിവുകളെ കർത്താവിന് കൊടുത്ത് ഒരു മുറിവെങ്കിലും, കർത്താവ് ഇങ്ങനെ മുറിവുണ്ട് കർത്താവ്, ഇതുവരെ കാണിക്കാതെ, വെളിച്ചം കാണിക്കാതെ പാത്തു വെച്ചിരുന്ന ഒരു മുറിവ് ഡീപ്പ് ഇൻസൈഡ് കിടപ്പുണ്ട്. ആ മുറിവിനെ കർത്താവിന് കൊടുക്കുക. രണ്ടാമത്തെ ഹോംവർക്ക്, forgive one person. ഒരു വ്യക്തിയോടെങ്കിലും ക്ഷമിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് ഇന്ന് പറഞ്ഞ കാര്യം ഓർക്കുക. നമ്മുടെ ഈ വീഡിയോ, ഇത് ഞാൻ പറഞ്ഞു, ടെഡിൽ 4 ദിവസം എത്തുകയാണ്. പകുതി വഴി ടെഡിന്റെ പൂർത്തിയായി കേട്ടോ. 8 ദിവസമേ ഉള്ളൂ, 4 വഴി പൂർത്തിയായി. ഇന്നത്തത് കുറച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ആദ്യത്തെ 3 എണ്ണത്തിന്റെ കാഠിന്യത്തിന് ശേഷം കുറച്ചുകൂടെ മയപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് വന്നാൽ കൂടുതൽ പേർക്ക് അത് അയച്ചു കൊടുക്കുക. ആളുകൾ കാണട്ടെ. ഇത് ധ്യാനിക്കാൻ പറ. ഉദ്ധാന രഹസ്യങ്ങളെ ധ്യാനിക്കാൻ പറയാം ആളുകളോട്. ഇൻ ക്രൈസ്റ്റ് മൈ വൂൺസ് ക്യാൻ ബിക്കം ഗ്രേസ് എന്നും കൂടി തിരിച്ചറിയാൻ. കർത്താവിൽ എൻ്റെ മുറിവുകൾ കൃപയായി മാറും. എൻ്റെ കർത്താവിൽ എൻ്റെ മുറിവുകൾ കൃപകളായി മാറും. കൃപകളുടെ ഇടങ്ങളായി മാറും. ഇൻ ക്രൈസ്റ്റ് മൈ വൂൺസ് ക്യാൻ ബിക്കം ഗ്രേസ്. മുറിവുണ്ടെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിന്നാൽ മതി. അത് കൃപയായി കർത്താവ് മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ മുറിവുകളെ നീ കൃപയുടെ ഇടങ്ങളാക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ മുറിവുകൾ അവശേഷിക്കുന്നു എന്നത് സ്നേഹത്തിന്റെ തെളിവാണ്. നിന്നെ തന്നെ നീ വെളിപ്പെടുത്തുകയാണ്. അത് കരുണയുടെ കവാടങ്ങളാണ്. ആ മുറിവിൽ നിന്ന് ഞങ്ങൾ സൗഖ്യം സ്വീകരിക്കട്ടെ. ഞങ്ങളുടെ മുറിവുകൾ നിന്റെ കൃപയുടെ ഇടങ്ങളായി മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.